രാജിവെച്ചാലും ശരി, രാജിവെച്ചിട്ടില്ലെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ആളുകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഭീഷണിപ്പെടുത്തി അത് ഗർഭചിത്രം നടത്തിയിട്ട് ഒരു MLA ആയി ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. ഒരാളെ എങ്ങനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഇല്ലാതെയാക്കാം, MLA സ്ഥാനം കൂടി എങ്ങനെ രാജിവെപ്പിക്കാം എന്ന് നോക്കി നടക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ ആരെയും വെള്ള പൂശാൻ വേണ്ടി പറയുന്നതല്ല, അതങ്ങനെയാണ്, രാഷ്ട്രീയമാണ്, എല്ലാം രാഷ്ട്രീയമാണല്ലോ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ആദ്യം ഈ പൊട്ടൻകുണാപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിനോടും പിന്നെ എന്ത് കേട്ടാലും എന്ത് കണ്ടാലും വാളെടുത്ത് ചാടുന്ന കുറെ ആൾക്കാരുണ്ട്, അവരോടാണ്. എടാ പൊട്ടൻകുണാപ്പൻ രാഹുലെ, ഈ പെണ്ണ് ഒരിക്കൽ പോലും രാഹുലാണ് ഈ ചെയ്തത് എന്ന് പറഞ്ഞ് പരാതി എവിടെയും കൊടുത്തിട്ടില്ല. രാഹുൽ ആണോ ആള് എന്ന് മീഡിയക്കാർ ചോദിച്ചപ്പോഴും നോ കമന്റ്സ് എന്നാ പറഞ്ഞത്. പിന്നെ എന്തിന്റെ പേരിലാണ് രാജിവെക്കണത്? പിന്നെ അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതിയും ഈ മൊട്ട അരുണും പറയുന്നുണ്ട്. എന്താണ് രാഹുൽ അയച്ച അശ്ലീല മെസ്സേജ്? ജാടയാണോ മോളൂസെ എന്ന് ചോദിക്കുന്നത് അശ്ലീല? ജാടയാണോ മോളൂസെ? അല്ലെങ്കിൽ നിന്നെ കാണാൻ നല്ല മൊഞ്ചാണ്, ഗ്ലാമറാണ്, ഇതിലെവിടെ അശ്ലീലല്ലേ? ഇതിൽ അശ്ലീലാണോ? ഇനി അശ്ലീലമാണെങ്കിൽ തന്നെ എല്ലാത്തിനും നിന്ന് കൊടുത്തിട്ട് അവസാനം കുറ്റം പറയുന്ന ഈ പരിപാടിയില്ലേ, എല്ലാത്തിനും താളത്തിനനുസരിച്ച് തുള്ളിയിട്ട് ഈ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആ പെണ്ണ് ഇല്ലേ? എല്ലാത്തിനും നിന്ന് കൊടുത്തിട്ട് അവസാനം കുറ്റം പറയുന്ന പരിപാടിയില്ലേ, തന്തയില്ലായ്മ എന്നതിന് പറയാം. പച്ച മലയാളത്തിൽ തന്തയില്ലാത്തര എന്നതിന് പറയാം. ഒരാള് അശ്ലീല മെസ്സേജ് എന്തെങ്കിലും ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ബട്ടണിൽ ആ പ്രശ്നം തീർക്കാവുന്നുള്ളൂ അല്ലേ? ഒറ്റ വട്ടം മെസ്സേജ് അയച്ചിട്ട് രണ്ടാമത്തെ തവണ മെസ്സേജ് അയക്കൂല, ഒരു ബ്ലോക്ക് ചെയ്താൽ മതി. എന്തേ ബ്ലോക്ക് ചെയ്യാതിരുന്നത്? എല്ലാത്തിനനുസരിച്ച് അങ്ങോട്ടും അതുപോലെ റിപ്ലൈ കൊടുത്തിട്ട് ഒരാൾ മാത്രം കുറ്റക്കാരനാവുന്നത് എങ്ങനെ? രണ്ടിനി അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിലൂടെ അവൾ ഗർഭിണിയായി, അത് അബോർട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ചാറ്റൊക്കെയാണ് പുറത്തു വിട്ടത്. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഇന്ത്യയിൽ പ്രായപൂർത്തിയായ രണ്ടാളുകൾ തമ്മിൽ അവർക്ക് ബന്ധപ്പെടാനും എല്ലാത്തിനും സൗകര്യമുണ്ട്, നിയമപരമായിട്ട് അതിൽ തെറ്റുമില്ല. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുള്ള ആളുമല്ല. ഇവർ രണ്ടുപേരും അവരുടെ ഇഷ്ടപ്രകാരം ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു പരാതിക്കാരി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വളർത്തണോ വളർത്തേണ്ടത് തീരുമാനിക്കുന്നത് അവരുടെ മാത്രം തീരുമാനമാണ്. അതിലെന്താ മീഡിയക്കാർക്കും മറ്റുള്ളവർക്കും എന്താണ് അതിൽ പ്രശ്നം? പിന്നെ അബോർഷൻ ചെയ്യുന്ന അബോർഷൻ നിയമവിരുദ്ധമാണ്. ആരാണ് ഏത് ഹോസ്പിറ്റലിൽ അവിടെ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത്? ഒന്ന് പറ, ഏത് ഹോസ്പിറ്റലിലാണ് അബോർഷൻ ചെയ്തു കൊടുക്കാത്തത്? രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. എടാ പൊട്ടൻകുണാപ്പൻ രാഹുലെ, ഇപ്പോഴെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവസാനം MLA സ്ഥാനം പോവും, രാഷ്ട്രീയ ജീവിതവും പോവും. അവസാനം ഈ പരാതിക്കാരന് വന്ന് നിന്നോട് ചോദിക്കും, ഞാൻ നിനക്കെതിരെ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ, നിന്റെ പേര് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. വല്ലാത്ത ജാതി അവസ്ഥ അല്ലേ?